എപ്പിസോഡ് തുടങ്ങുമ്പോൾ ഹ്യോമിൻ കൊടുത്ത മരുന്ന് ഭക്ഷണത്തിൽ ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ ബോധം പോയി കിടക്കുവാണ് എൻജുവും ജിന്നും. ഇപ്പൊ ചെറുതായിട്ടൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഹ്യോൺമിൻ ഇവളെ വിളിക്കും. അതുവരെ ഹ്യോൺമിൻ ആ വെള്ളത്തിൽ വീണ് മരിച്ചു എന്നാണ് ഇവള് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇയാളാണെങ്കിൽ ഇവളെ വിളിച്ച് നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങിയാലോ, നമ്മൾ അച്ഛനും മകളും മാത്രമായിട്ട്, നിനക്ക് ഇനിയും അവരുടെ കൂടെ കഴിയേണ്ട ആവശ്യമില്ല, പക്ഷെ അതിനുവേണ്ടി നീ എനിക്കൊരു സഹായം ചെയ്യണം എന്ന് പറയുമ്പോൾ അതിന് സൻഹി സമ്മതിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ഹ്യോൺമിൻ പറഞ്ഞതനുസരിച്ചാണ് സൻഹി എല്ലാം ചെയ്തത്. അച്ഛൻ പറഞ്ഞ വാക്ക് പാലിക്കണം എന്ന് സൻഹി ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുമ്പോൾ ഉറപ്പായിട്ടും അതെനിക്ക് ഓർമ്മയുണ്ട്, നീ എന്നെ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല, ഇനി ഇവര് നമുക്കിടയിൽ ഒരു തടസ്സമാവില്ലല്ലോ. പക്ഷെ മോളെ, നമ്മൾ ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിലും നമുക്ക് പൈസ വേണം, പൈസ ഇല്ലാതെ നമ്മൾ എങ്ങനെ ഒരു പുതിയ ജീവിതം സ്റ്റാർട്ട് ചെയ്യും എന്ന് ഹ്യോൺമിൻ പറയുമ്പോൾ സൻഹി ഒരു ലോക്കർ ചൂണ്ടിക്കാണിച്ച് ആ ലോക്കറിൽ നിറയെ പൈസയുണ്ട്, അതിന്റെ പാസ്വേഡ് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണെന്ന് പറയും. ഹ്യോൺമിൻ ആണെങ്കിൽ ഇപ്പൊ ആവേശത്തിൽ പോയി ആ ഒരു ലോക്കർ തുറക്കാൻ നോക്കുമ്പോൾ ഇവൻ അടിക്കുന്ന ഡേറ്റുകളെല്ലാം തന്നെ ഇൻകറക്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു അത് ജൂണിലാണ് എന്ന് പറഞ്ഞ് ഹ്യോൺമിൻ ഇങ്ങനെ ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അച്ഛനെ ഞാൻ ജനിച്ച ദിവസം ഓർമ്മയില്ലേ, ആരുടെ ബർത്ത്ഡേയാ ജൂണില് എന്ന് ചോദിക്കുവാണ് സൻഹി. ഹ്യോൺമിൻ ആണെങ്കിൽ ഫുൾ ടെൻഷൻ ആകും. ഇവള് ജനിച്ച തീയതി താൻ ഓർക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അവളുടെ അച്ഛനാണെന്ന് പറയാൻ തനിക്ക് ഒരു അർഹതയില്ലാതെ പോകും. ലോക്കറിലിരിക്കുന്ന പൈസ ഒട്ട് കിട്ടത്തുമില്ല. ഫുൾ ടെൻഷനായി അവിടെ ഇരിക്കുന്ന ഡ്രിങ്ക്സ് എല്ലാം എടുത്ത് കഴിക്കുവാണ് അവൻ. അന്നത്തെ ദിവസം അവൻ നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കും. അന്ന് നല്ല വെയിലുള്ളൊരു ദിവസമായിരുന്നു എന്ന് പറഞ്ഞ് ആലോചിക്കുമ്പോൾ ഹ്യോൺമിന് ചെറുതായിട്ട് ഓർമ്മ വരും. ആദ്യമായിട്ട് സൻഹിയെ കാണാൻ പോയ ദിവസം ആ ഡേറ്റ് സൻഹിയുടെ തൊട്ടിലിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഓർമ്മ വന്ന് അത് അടിച്ചു നോക്കുമ്പോൾ അത് കറക്റ്റ് ആയിരുന്നു. സന്തോഷത്തിൽ ലോക്കർ തുറന്നു നോക്കുമ്പോൾ അതിൽ ഒരുപാട് പൈസ. അതും എടുത്ത് രക്ഷപ്പെട്ടു എന്നും പറഞ്ഞിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇയാൾക്ക് വല്ലാത്ത അസ്വസ്ഥത ഫീൽ ചെയ്യും. ശ്വാസം എടുക്കാൻ പറ്റാത്ത പോലെ, തൊണ്ടയിൽ എന്തോ കുടുങ്ങിയ പോലെ. അയാൾ അവിടെ കിടന്ന് പിടയും. എന്നാൽ സൻഹി ആണെങ്കിലും ഒരു ചെറിയ ചിരിയോടെ അത് നോക്കിക്കൊണ്ടിരിക്കുവാണ്. ജീവന് വേണ്ടി പിടഞ്ഞുകൊണ്ടിരിക്കുന്ന ഹ്യോൺമിന്റെ അടുത്തേക്ക് വന്ന് ഇത് മാത്രമേ ഒരു വഴി ഉണ്ടായിരുന്നുള്ളൂ എന്ന് സൻഹി പറയുന്നതായി കാണാം. സത്യത്തിൽ ഇയാളെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് ഇവളിത് ചെയ്തത്. ഇവിടെ വന്ന് ഇവൻ ഡ്രിങ്ക്സ് കഴിക്കുമെന്ന് മുൻകൂട്ടി അറിയാവുന്ന സൻഹി അതിൽ മുൻകൂട്ടി പീനട്ട് പൗഡർ കലക്കിയിട്ടുണ്ടായിരുന്നു. സൻഹിക്കും ഹ്യോൺമിനും ഈ ഒരു അലർജി ഉള്ളതുകൊണ്ട് തന്നെ ഇത്തിരി പോലും കഴിച്ചാൽ അത് മരണത്തിന് കാരണമാകുമെന്ന കാര്യം സൻഹിക്ക് അറിയാം. ഹ്യോൺമിൻ ഏതാണ്ട് തീർന്നു എന്നാകുമ്പോൾ ആ ഡ്രിങ്ക്സിൽ കുറച്ചെടുത്ത് അവളും കുടിക്കാനായിട്ട് തുടങ്ങും. എന്നാൽ അത് കുടിക്കാൻ പോകുമ്പോഴേക്കും ആരോ വന്നത് തട്ടി മാറ്റുവാണ്. നോക്കുമ്പോൾ അത് എൻജു ആയിരുന്നു. ഇങ്ങനെ ചെയ്യരുത് മോളെ, ഞങ്ങൾ നിന്നെ പ്രൊട്ടക്ട് ചെയ്യും, നീ ഞങ്ങളുടെ പ്രിയപ്പെട്ട മകളാണ് എന്ന് പറഞ്ഞ് ഇവൾ ഹഗ് ചെയ്യുവാണ് ജിന്നും എൻജു. അപ്പോഴേക്കും ഹ്യോനു വിളിച്ചു പറഞ്ഞതനുസരിച്ച് ദോങ്ങോയും കൂട്ടരും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവര് കാണുന്നത് താഴെ വീണ് കിടക്കുന്ന സൻഹിയും ഹ്യോൺമിനെയാണ്. സൻഹ അത് ശരിക്കും കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് അവളുടെ പാരന്റ്സ് വന്ന് തട്ടി മാറ്റുന്നതായിട്ടും അവളെ ഹഗ് ചെയ്യുന്നതായിട്ടും എല്ലാം അവള് കണ്ട ഒരു സ്വപ്നമായിരുന്നു. എല്ലാവരും അനക്കമില്ലാതെ കിടക്കുവാണ്. അവിടുത്തെ അന്തരീക്ഷം കണ്ടിട്ട് എന്താ സംഭവിച്ചതെന്ന് ദോങ്ങോയ്ക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അവിടെ വെച്ച് കെട്ടായി 3 കൊല്ലത്തിന് ശേഷമാണ് കാണിക്കുന്നത്. ഹ്യോൻ ഒരു കഫേലിരുന്ന് ആർക്കോ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുവാണ്. നീ എങ്ങനെ ഇരിക്കുന്നേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ നന്നായിട്ടിരിക്കുന്നേ. നീ കാനഡയിലോട്ട് പോയിട്ട് ഇപ്പോൾ 3 കൊല്ലാവുന്നു. നിന്റെ ഒരു വിവരവും ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും പേടിച്ചാണ് ഇരിക്കുന്നത്. കഴിഞ്ഞയിടെ എനിക്കൊരു അസൈൻമെന്റ് ഉണ്ടായിരുന്നു, ഒരു വീടിന്റെ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കാനായിട്ട്. പക്ഷെ ഞാൻ ഉണ്ടാക്കിയത് ചെറുതായിട്ട് പാളിപ്പോയി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ഇനിയും ഇതിൽ ഒരുപാട് പഠിക്കാനുണ്ടെന്ന്. എനിക്ക് എപ്പോ വന്നാലും നമ്മളെ ആരെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വീടുണ്ടാക്കണം. എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും നമുക്ക് ആ വീട്ടിലോട്ട് മടങ്ങാൻ സാധിക്കണം. അതാണ് എന്റെ സ്വപ്നം. അതിപ്പോ ഒന്നുകൂടെ ക്ലിയർ ആയിട്ടുണ്ട്. കുറച്ച് ദിവസം മുന്നേ ഞാൻ നിന്റെ വീട് പോയി കണ്ടിട്ടുണ്ടായിരുന്നു. നിന്റെ വീട് പുതുക്കി പണിതു. ഇപ്പൊ ഒന്നുകൂടെ നന്നായിട്ടുണ്ട് കാണാൻ. നിന്റെ പാരന്റ്സ് നന്നായിട്ട് തന്നെ ഇരിക്കുന്നേ. പക്ഷെ അവര് വല്ലാണ്ട് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട്. അടുത്ത മാസം സൂയോൺ ജയിലിൽ നിന്ന് ഇറങ്ങുക. സൻഹി, നീ ഇപ്പൊ എന്താ ചിന്തിക്കുന്നേ? ഈ മെയിൽ നീ കാണുവോ വായിക്കോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നീ നന്നായിട്ടാണ് ഇരിക്കുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മെയിലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സൻഹി ഇപ്പൊ ജീവനോടെ തന്നെയുണ്ട്. അവള് കാനഡയിലാണുള്ളത്. അതുപോലെ കാനഡയിൽ പോയ പിന്നെ 3 കൊല്ലമായിട്ട് അവളുടെ ഒരു വിവരവും ഇല്ല. സൻഹി കാനഡയില്, സൂയോൺ ജയിലില്, ഗിയോങ്ങോ ആണെങ്കിൽ ഇപ്പൊ ജീവനോടെയുമില്ല. ഹ്യോനുവിന് പണ്ട് അവർ ഒരുമിച്ചുണ്ടായിരുന്ന ഓരോ നിമിഷങ്ങൾ ഇങ്ങനെ ഓർമ്മ വരികയാണ്. ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് ഉറപ്പുള്ള ഓരോ മൊമെന്റ്സ്. ഇപ്പൊ അവിടെ സ്നോ വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയങ്ങളിൽ എല്ലാവരും ഫാമിലി ആയിട്ട് ഒരുമിച്ച് സന്തോഷത്തോടെ ഉണ്ടാവേണ്ടതാണ്. എന്നാൽ ജിന്നിനും എൻജുവിനും സന്തോഷിക്കാനായിട്ട് കഴിയുന്നില്ല. ദോങ്ങോ തന്നെ വിട്ടുപോയ തന്റെ കൂട്ടുകാരനെ കാണാനായിട്ട് വരും. ലീസോങ്ങിന് അവന്റെ ശ്മശാനത്തിന്റെ അടുത്ത് വന്ന് പണ്ടത്തെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മിച്ച് പറയുവാണവൻ. സാധനങ്ങളെല്ലാം വാങ്ങി പോകുന്ന സമയം എൻജുവിന് തന്നെ ആരോ വാച്ച് ചെയ്യുന്ന പോലെ തോന്നുവാണ്. രണ്ടാളൂടെ നോക്കുമ്പോൾ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞ് അവരെ തിരിഞ്ഞു നടക്കും. സൂയോൺ അങ്ങനെ ജയിൽ മോചിതയായിരിക്കുവാണ്. ഹ്യോനുവിനെ കുത്തിയ കേസിലാണ് അവൾ ജയിലിൽ കിടന്നത്. ഇപ്പൊ അവളെയും പ്രതീക്ഷിച്ച് പുറത്ത് ഹ്യോനുവും അവളുടെ ചേച്ചിയും ഉണ്ടായിരുന്നു. ഹ്യോനുവിനെ സൂയോൺ അവിടെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവനെ കാണുമ്പോൾ വന്ന് സോറി പറയുന്ന സൂയോണിനോട് താൻ അവളോട് ക്ഷമിച്ച കാര്യം പറയുവാണ് ഹ്യോനു. അങ്ങനെ ഇവരെ രണ്ടുപേരെയും കൂട്ടി ചേച്ചി അവളെ വർക്ക് ചെയ്യുന്ന റെസ്റ്റോറന്റിലോട്ട് പോകും. സൂയോണിന് കഴിക്കാൻ ആഗ്രഹമുള്ളതെല്ലാം കൊണ്ടുവന്ന് കൊടുക്കുവാണ് അവള്. ഇപ്പൊ സൂയോൺ ഹ്യോനുവിനോടായിട്ട് ഞാനിപ്പോ സൻഹി ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, എന്ന് അതിനുള്ള അർഹത എനിക്കില്ല എന്ന് പറയുമ്പോൾ അവളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് തനിക്കും സാധിക്കുന്നില്ല എന്ന
കാര്യം പറയുവാണ് ഇവൻ. അവൾ പെട്ടെന്ന് കാനഡയിലോട്ട് പോയി, പിന്നെ ഒരു വിവരവും ഇല്ല. എല്ലാവർക്കും അവളെ ഓർത്ത് നല്ല പേടിയുണ്ട്. 2 മാസമായിട്ട് അവൾ സ്കൂളിലോട്ടും ചെന്നിട്ടില്ല എന്ന് ഞാൻ കേട്ടെ. അങ്ങനെ ഇവർ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ എന്തോ ആലോചിച്ച് സോയോൻ ചിരിക്കുന്നത് കാണുമ്പോൾ കാര്യം തിരക്കുന്ന ഹ്യോനുവിനോട്, ഞങ്ങൾ ഓർഫനേജിലുണ്ടായ സമയത്ത് അവൾ എന്നോട് പറയുമായിരുന്നു അവൾക്ക് എന്റെ അമ്മയാവണമെന്ന്. അതിന്റെ കാരണം ഞാൻ എന്റെ അമ്മയെ ഇതുവരെ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് നിന്റെ അമ്മയാവണം, എല്ലാത്തിൽ നിന്നും എനിക്ക് നിന്നെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് അവൾ എന്നോട് പറഞ്ഞു. എനിക്ക് അന്ന് അതെന്തോ ഒരു പ്രതീക്ഷയായിരുന്നു. ഒരിക്കലും ഒരു ഫാമിലി എന്താണെന്ന് അറിയാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവളെയാണ് ഞാൻ എന്റെ ഫാമിലി ആയിട്ട് കരുതിയത്. ഞങ്ങൾ പിരിഞ്ഞപ്പോൾ കുറെ നാൾ ഒറ്റപ്പെടൽ കൊണ്ട് എനിക്ക് ഉറങ്ങാൻ പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്റെ മുന്നോട്ടുള്ള ഭാവി ജീവിതം അവിടെ വെച്ച് ഇല്ലാതായതുപോലെ എനിക്ക് തോന്നി. അപ്പോഴാണ് ഞാൻ സന്യയെ കുറിച്ച് ആലോചിച്ചത്. അവൾ എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അതുകൊണ്ടാണ് അവളുള്ള സ്കൂളിലേക്ക് ഞാൻ വന്നത്. ആദ്യം തൊട്ട് ഞാൻ അവളോട് ഒന്നുകൂടെ സത്യസന്ധമായിട്ടിരിക്കണമായിരുന്നു. എന്നാൽ എനിക്കതിന് സാധിച്ചില്ല. ഞാൻ കാരണം അവൾ ഒരുപാട് അനുഭവിച്ചു. ഇതിളക്കുന്ന ഹ്യോനു ആണെങ്കിൽ സൻഹി തിരിച്ചു വരുമ്പോ നീ ഇതെല്ലാം അവളോട് പറയണം എന്ന് പറയും. ജിനിനും മെഞ്ചുവിനും സൻഹയെ പോയത് പിന്നെ ആകെ ഒരു മൂകതയാണ്. അവർക്ക് ആകെ കിട്ടുന്ന ഒരു ആശ്വാസം എന്ന് പറയുന്നത് സൻഹയെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ്. അവരിങ്ങനെ പണ്ടത്തെ സൻഹയുടെ കാര്യങ്ങളെല്ലാം മുഖത്തെടുത്ത് സംസാരിക്കാൻ തുടങ്ങും. അവൾ ആദ്യമായിട്ട് വീട്ടിലോട്ട് വന്നപ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എഞ്ചു ഒന്ന് സ്റ്റോപ്പ് ആവുകയാണ്. അവൾ പെട്ടെന്ന് തന്നെ വിൻഡോയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലും. ഞാൻ പെട്ടെന്ന് സൻഹയെ കണ്ടതുപോലെ തോന്നി എന്ന് എഞ്ചു പറയുന്നത് കേട്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി നോക്കുവാണ് ജിൻ. അങ്ങനെ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. ജിന്ന് റോഡിലോട്ട് ഇറങ്ങി നോക്കും. കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോയി നോക്കുമ്പോൾ മുൻപിലായി പൊക്കോണ്ടിരിക്കുന്ന സൻഹയെ കാണും. ഇവര് സൻഹി എന്ന് ഉറക്കെ വിളിക്കും. മടിച്ചാണെങ്കിലും അവള് തിരിഞ്ഞിവരെ നോക്കും. സൻഹി കരഞ്ഞോണ്ടിരിക്കുവാണ്. അവളെ വീട്ടിൽ കൊണ്ടുവന്ന് അവൾക്ക് ഭക്ഷണം എല്ലാം കൊടുക്കുവാണ് ഇവരെ കാണാൻ തോന്നി അവസാനമായിട്ട് ഒന്നുകൂടെ കാണാനായിട്ട് വന്നതാണ് സൻഹി. എങ്ങോട്ടേക്ക് വന്ന സൻഹി എൻജുവിനെയും ജിന്നിനെയും മറഞ്ഞു നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഹ്യോനുവിനെയും സുയോണിനെയും കണ്ടിട്ടുണ്ടായിരുന്നു. തന്റെ പാരന്റ്സിന്റെ കൂടെ തനിക്ക് ഇനിയും ജീവിക്കാനുള്ള അർഹതയില്ല. താൻ കാരണമാണ് അവരൊരുപാട് അനുഭവിച്ചത്. താൻ അവരുടെ കൂടെ നിന്ന ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊക്കെയുള്ള ചിന്തയിലാണ് അവൾ പെട്ടെന്ന് കാനഡയിലോട്ട് പോയത്. പിന്നെ ഇവരെ കോണ്ടാക്ട് ചെയ്യാതിരുന്നതും തന്നെ ഇവർ മറന്നോട്ടെ എന്ന് വിചാരിച്ചാണ്. എന്നിവരെ കാണാണ്ടിരിക്കാൻ ഇവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഒരിക്കലും നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ഡിസേർവ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന സൻഹിയോട്, ഉറപ്പായിട്ടും ഉണ്ട്, നീ ഞങ്ങളുടെ പൊന്നു മോളാണ്, നിനക്ക് വേണ്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് പറയുവാണ് എഞ്ചു. ഞാൻ ശരിക്കും ഒരു അച്ഛനാകാൻ ഡിസേർവ് ചെയ്യുന്നില്ല. ഞാൻ ഇതുവരെ ചെയ്തതെല്ലാം എനിക്ക് വേണ്ടിയാണ്. ഗ്യോങ്ങോടെ കാര്യം മറച്ചു വെച്ചത് എനിക്ക് വേണ്ടിയാണ്. എന്റെ ഫാമിലി ഇല്ലാണ്ടാവാതിരിക്കാൻ വേണ്ടി, എന്റെ മകളെ നല്ല രീതിയിൽ കാണാൻ വേണ്ടി. എല്ലാം എന്റെ സ്വാർത്ഥതയാണ്. അതിനിടയിൽ ഞാൻ നിന്റെ ഇമോഷൻസ് തിരിച്ചറിയാൻ മറന്നുപോയി. ഞങ്ങൾ കാരണം നീയും ഒരുപാട് അനുഭവിച്ചു. നമ്മളൊരു ഫാമിലിയാണ്. ലോകത്തങ്ങനെ എല്ലാം തികഞ്ഞവരായി പെർഫെക്റ്റ് ആയിട്ട് ആരുമില്ല. എല്ലാവർക്കും അവരുടേതായ കുറവുകളുണ്ട്. എന്നൊരു ഫാമിലി എന്ന് പറഞ്ഞാൽ ഒന്നും മറച്ചു വെക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയാനുള്ളതാണ്. ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ മറ്റൊരാളെ താങ്ങായിട്ട് നിൽക്കണം. നമ്മളൊരു ഫാമിലി അല്ലേ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ ഇനിയും നിങ്ങളുടെ മകളായിട്ട് ജീവിച്ചോട്ടെ എന്ന് ചോദിക്കുവാണ് സൻഹി. അതിനുള്ള അനുവാദം ഇവർ നൽകുകയും ചെയ്യും. അന്ന് രാത്രി അവളൊരു കത്തെഴുതും മിസ്സസ് മിൻ, അതായത് അവളുടെ മുത്തശ്ശിക്ക് വേണ്ടി. പ്രിയപ്പെട്ട മുത്തശ്ശിക്ക്, മുത്തശ്ശി നന്നായിട്ടിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ കത്ത് എഴുതുന്നതിൽ ക്ഷമിക്കണം. അച്ഛനാണ് എന്നെ പഠിപ്പിച്ചത്. പൂർണ്ണമായിട്ട് ഒരാളോട് നമ്മുടെ ഇമോഷൻസ് കൺവേ ചെയ്യണമെങ്കിൽ ലെറ്റർ ആയിട്ട് കൊടുത്താൽ മതിയെന്ന്. അത് അച്ഛനെ പഠിപ്പിച്ചത് അച്ഛൻ്റെ അമ്മയാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു ഫാമിലി ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിൽ മുത്തശ്ശി കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മുത്തശ്ശിയും കാത്തിരിക്കും എന്നായിരുന്നു ആ ലെറ്ററിൽ ഉണ്ടായിരുന്നത്. ഇത് വായിക്കുന്ന മിസ്സസ് മിൻ ഇപ്പോൾ തന്റെ അസിസ്റ്റന്റിനോട്, ഞാൻ എന്റെ ഫാമിലിയെ കൈവിട്ടു. ഫാമിലിയെ ഒരുമിച്ച് ചേർക്കാൻ എനിക്ക് സാധിച്ചില്ല. എന്റെ തെറ്റാണത്. എന്റെ ഇളയ മകൻ ബുള്ളിങ് അനുഭവിക്കുകയായിരുന്നു. അവസാനം താങ്ങാൻ വയ്യാതായപ്പോൾ അവൻ മരിച്ചു. മൂത്ത മകൻ അതിന്റെ കുറ്റം സ്വയം ഏറ്റെടുത്ത് ജീവിക്കുന്നു. അവനോടൊരു ആശ്വാസവാക്ക് പറയാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ ശരിക്കൊരു അമ്മയാവാൻ അർഹതയില്ലാത്തവളാണ്. സൻഹി, അവളോട് ഇതുവരെ ഒരു നല്ല വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അവൾ ഇപ്പോഴും എന്നെ പ്രതീക്ഷിക്കുന്നു. മാഡം സാധാരണ ഇങ്ങനത്തെ പേഴ്സണൽ കാര്യങ്ങളൊന്നും എന്നോട് പറയാതില്ലല്ലോ. പോണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണോ ഇതെല്ലാം എന്നോട് പറയുന്നതെന്ന് അസിസ്റ്റന്റ് മിന്നിനോട് ചോദിക്കുന്നുണ്ട്. പിറ്റേന്ന് ഫാമിലി ഫോട്ടോ എടുക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുവാണ് ജിന്നു എൻജു. പുറത്ത് മിസ്സസ് മിൻ വരും എന്ന പ്രതീക്ഷയിൽ അവരെ കാത്തിരിക്കുവാണ് സൻഹി. പ്രതീക്ഷിച്ച പോലെ തന്നെ മിസ്സസ് മിൻ അങ്ങോട്ടേക്ക് വരും. അവരെ കാണുന്നതും സൻഹിക്ക് ഒരുപാട് സന്തോഷമാവും. അവളെ മുത്തശ്ശിയും കൂട്ടി പാരന്റ്സിന്റെ അടുത്തേക്ക് പോകും. ഒരുപാട് നാള് കഴിഞ്ഞ് അമ്മയെ കാണുമ്പോൾ ജിന്നിന് എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ പോവും. നിന്റെ മകളാണ് എന്നോട് വരാൻ പറഞ്ഞ്. ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. ഞാൻ നിന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തി. എല്ലാത്തിനും നീ എന്നോട് ക്ഷമിക്കുക എന്ന് മിസ്സസ് മിൻ തന്റെ മകനോടായിട്ട് പറയുമ്പോൾ അമ്മയുടെ ഫീലിങ്സ് തിരിച്ചറിയാൻ ഞാനും ശ്രമിച്ചില്ല എന്ന് പറഞ്ഞ് ക്ഷമ ചോദിക്കുവാണ് ജിന്നു. തൊട്ടടുത്ത് എൻജുവിനെ കാണുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് നീയാണല്ലേ, മോൾ എന്നോട് ക്ഷമിക്കാനായിട്ട് പറയുവാണ് മിസ്സസ് മിൻ. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം അവരുടെ ഫാമിലി ഒന്നുകൂടെ ഒത്തുചേർന്നു. സൻഹിയാണ് അതിന് വഴിയുണ്ടാക്കിയത്. തെറ്റിദ്ധാരണകളെല്ലാം മാറി അവരുടെ ജീവിതം നല്ല സ്മൂത്ത് ആയിട്ട് പോവാണിപ്പോൾ. അങ്ങനെ പണ്ടത്തെ പോലെ വീണ്ടും ഇവരുടെ ഫാമിലി ഒരു പെർഫെക്റ്റ് ഫാമിലി ആയിട്ട് പോകുന്നതും കാണിച്ചാണ് ഈ ഡ്രാമ അവസാനിക്കുന്നത്. ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വേറൊരു ഡ്രാമയായിട്ട് വീണ്ടും കണ്ടുമുട്ടാം.